നരമ്പ് തുളിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ അശുദ്ധ രക്തക്കുഴൽ തടിച്ച് പൊന്തി നിൽക്കുന്നതിനെയാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. കാലിലെ അശുദ്ധ രക്തക്കുഴൽ ലീക്കായിട്ട് അതിനുള്ളിൽ അശുദ്ധ രക്തം കെട്ടിക്കിടക്കുക. അവിടെ നിന്ന് ജോലി ചെയ്യുന്നവർക്ക്, അതായത് പ്രത്യേകിച്ച് ഹോട്ടൽ ജീവനക്കാർക്ക്, പിന്നെ അതുപോലെ ടീച്ചർമാർക്ക്, ക്യാഷിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ബസ്സിലെ കണ്ടക്ടർമാർക്ക്, ഇവർക്കൊക്കെയാണ് ഈ വെരിക്കോസ് വെയിൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതായത് നിങ്ങൾ നിന്ന് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് ചില ആൾക്കാർക്ക് ഒരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല, കാലിൽ നരമ്പ് തടിച്ച് പൊന്തി നിൽക്കുന്നതായിരിക്കും. അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിന്ന് മുകളിലോട്ട് പോയ രക്തയോട്ടം ആ വാൽവ് ലൂസായത് കാരണം വീണ്ടും താഴോട്ട് തന്നെ വന്ന് കിടന്ന് അവിടെ കെട്ടിക്കിടന്ന് ആ വെയിന് ആ നരമ്പ് തടിച്ച് വലുതാവും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ നരമ്പിൽ അശുദ്ധ രക്തം അവിടെ കെട്ടിക്കിടക്കുമ്പോൾ അതിനുള്ള കെമിക്കൽസ് കാരണം അവിടെ ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ, അതിൻ്റെ ചുറ്റുമുള്ള ദശയിൽ എന്നും ഒരു നീർക്കെട്ടും ഒരു ഇൻഫ്ലമേഷൻ നടക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് എപ്പോഴും ചില ആൾക്കാർക്ക് കാലിലെ നിറവ്യത്യാസം, ആ ഭാഗം അങ്ങോട്ട് കറുത്ത് അതിൻ്റെ എക്സ്ട്രീം സ്റ്റേജിൽ അവിടെ സ്കാർഡ് വന്ന് ആകെ തൊലിയൊക്കെ ആകെ ഡാമേജ് ആയി ഇടയ്ക്കിടയ്ക്ക് പുണ്ണ് വരുന്ന പോലത്തെ വിട്ടുമാറാത്ത പുണ്ണുകൾ കാലിൽ വരിക. പിന്നെ കാലിലെ ഉൾഭാഗത്ത്, അതായത് കണങ്കാലിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു പുണ്ണ് വരിക. പിന്നെ മിക്കവാറും ആൾക്കാർക്ക് കുറേ നേരം നിൽക്കുമ്പോൾ കാലുവേദന, കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര കാലുവേദന, എന്നാൽ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാലോ